ഇന്നലെ രാത്രി ഞാൻ നമുക്ക് റൂമിൽ ഇരിക്കുമായിരുന്നു. ഇന്ന് പരിപാടിയുള്ള കാര്യം നേരത്തെ ഞങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് രാത്രി തോരണങ്ങളും കാര്യങ്ങളും എല്ലാം കെട്ടണമെന്ന് നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ്. അനുസരിച്ച് 8:30 വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് വാടാ കോളേജിലോട്ട് വാ, നമുക്ക് നാളെ പരിപാടിയല്ലേ, നാളെ കോളേജിൽ തോരണങ്ങളും കൊടികളെല്ലാം കെട്ടണ്ടേ. ഞാനങ്ങനെ പെട്ടെന്ന് അനുസരിനെ കാണാനായിട്ട് കോളേജിൻ്റെ ഓട്ടോയിൽ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് ചെന്ന് ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു 10-20 വണ്ടി പോലീസുകാർ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഞാനും ആദിത്യനും കെമിക്കലിലൊരു വിദ്യാർത്ഥിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഓടി ഇവിടെ വന്നു. ഹോസ്റ്റലിൽ നിന്ന് ആദ്യമേ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടികളും ആൾക്കാരും എല്ലായിട്ടും നിറഞ്ഞിരിക്കുക. ഞാൻ നിന്നിട്ട് ആദ്യമേ ആദിലെ റൂമിലെ കൂടുതൽ ആൾക്കാരുള്ളത്, ആദിലെ റൂമിലോട്ട് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞ് എടാ ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇത് നിൻ്റെ റൂമാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ റൂമല്ല സാറേ, എൻ്റെ റൂം മേളിലാണ്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള, നാളെ കോളേജിൽ പരിപാടിയൊക്കെ ഉള്ള യൂണിയനാണ്, ഞങ്ങൾക്ക് എന്താ വേണം, ഈ യൂണിയനാണോ വലുത് പോലീസുകാരാണോ വലുത്, അങ്ങനെയൊക്കെ കുറേ എൻ്റെ അടുത്ത് പോലീസുകാർ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇത് പോലീസുകാർ എന്നെ വിളിച്ചിട്ട് മേലോട്ട് എൻ്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ റൂമിലും ആൾക്കാർ പറഞ്ഞിട്ട് ഇത് നിൻ്റെ റൂമാണോ, നിൻ്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ കബോർഡിലൊന്നുമില്ല, എൻ്റെ ഷർട്ടിലൊന്നുമില്ല, എൻ്റെ പാൻറ്റിലൊന്നുമില്ല, ഞാനിവിടെ കയറി വന്നു എൻ്റെ ദേഹം പരിശോധിച്ചു, എൻ്റെ ദേഹത്തൊന്നുമില്ല, ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. എൻ്റെ ഈ കോളേജിൽ ഞാൻ 3 വർഷം കോളേജിൽ പഠിക്കുന്നത്. ഈ 3 വർഷമായിട്ട് ഈ കോളേജിൽ തന്നെ മര്യാദ എല്ലാ ടീച്ചർമാരുടെ അടുത്തും സാറന്മാരുടെ അടുത്തും വിദ്യാർത്ഥികളുടെ അടുത്തും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് ഞാൻ നടന്നത്. ഈ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ കുറച്ച് പഠനത്തിന് പുറകോട്ട് നിന്നുണ്ടായാൽ ആ കുറവുകളൊക്കെ കുറച്ച് സപ്ലികളുണ്ട്. ഞാൻ ഈ 3ാമത്തെ വർഷം എങ്ങനെയൊക്കെ ഒരു ജോലി മേടിക്കാമെന്ന് വിചാരിച്ചാൽ ഈ 3ാമത്തെ വർഷമാണ് ഞാനിന്ന് പഠിച്ചു തുടങ്ങി, സപ്ലികളെല്ലാം കയറി തുടങ്ങി. അപ്പോഴാണ് ഈ അടുത്ത പ്രശ്നം പോലെ ഇത് കൊണ്ടുവന്ന് എൻ്റെ തലയിലിട്ട് തരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് സാറേ. ആദ്യത്തിന്റെ റൂമിൽ ഞാൻ വന്നൊക്കെ എല്ലാം താഴെ